എടാ പ്രിൻസിന്റെ ചേച്ചിയുടെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ലല്ലേ? അത് കുഴപ്പമില്ലടാ, എന്നെ വിളിച്ചില്ലേ? എന്നെ വിളിച്ചാൽ നിന്നെ വിളിച്ച പോലെ തന്നെ. നമുക്ക് ഈ വലിഞ്ഞേർത്തിയല്ലോ പുത്തരിയൊന്നും അല്ലല്ലോ നീ വാ. എടാ വെള്ളോടിയില്ല, എല്ലാം നമ്മുടെ കിരണ്ണെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ചെല്ലാവാ. ഏത് കാത്തി കിട്ടത്തിന്? എടാ ശുഭിതനാവല്ലേ ടീമേ, നമുക്ക് സെറ്റ് ചെയ്യാം. നീ വാ. എടാ വാഴക്കാലൊക്കെ ഇറങ്ങില്ലേ? അവൻ്റെ ചോറും വെള്ളമൊന്നും വേണ്ട, അവൻ രാജാവാകണം, മല പോലെ രാജാവാകണം. അതാണ് അവൻ്റെ പണി. എടാ നീ ഇങ്ങനെ കലിപ്പാവണ്ട. അവനൊരു പൊട്ടനാന്ന് നിനക്കറിയാമല്ല. ആ മരവാഴ എന്തെങ്കിലും കാണിക്കട്ടെ അവിടെ കിടന്നിട്ട്. നമ്മളത് മൈൻഡ് ചെയ്യണ്ട. നമ്മളൊരു പൊട്ടനായിട്ട് കണ്ട് അവൻ എന്തെങ്കിലും കാണിച്ചോട്ടെ. നമ്മൾ പരമാവധി അവന് ഊറ്റുക, എന്നിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് ഒതുക്കും. മച്ചാനെ വെള്ളോടിയൊക്കെ എവിടെയാണ്? വെള്ളോടിയൊക്കെ ഇവിടെ തന്നെയാണ്. പക്ഷെ മെയിൻ ഞാനാണ്. നിങ്ങൾ വെള്ളോടിയെ പറ്റി അയക്കണ്ട. മെയിൻ ഞാൻ പറയും. മച്ചാനെ അതിലൊന്നും ഒരു തർക്കമില്ല. നമ്മുടെ തലവൻ മച്ചാൻ തന്നെ. നിനക്ക് വല്ലതും പറയാനുണ്ട? അതെ, അത് മൈൻഡ് ചെയ്യണ്ട. മച്ചാനെ വെള്ളോടി എവിടെയാണ് അത് പറ. ഈ വീട്ടിൽ വെച്ചാണ് നമ്മൾ വെള്ളോടിക്കുന്നത്. നമ്മുടെ പ്രിൻസില്ലേ, അവനെല്ലാ കാര്യവും എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. തലവൻ ഞാനാണ് തലവൻ. എന്താ പുച്ചോ? നമുക്ക് എല്ലാം സെറ്റ് ആക്കാം. ഞാനെപ്പോഴേ അവിടെ പോയി വാതിൽ തുറന്നിട്ട് വരാം. നിങ്ങൾ വരണ്ട, ഞാൻ പോയിട്ട് വരാം. നിങ്ങാരും വരണ്ട, ഞാനാണ് മെയിൻ. എന്താ പുച്ചോ? മച്ചാനെ അടങ്ങും. മച്ചാനെ അവന് കിട്ടാനുള്ളവന് കിട്ടിക്കോളും. എടാ അവൻ്റെ ഷോ കണ്ടോടാ. പട്ടിയുടെ പോലെയല്ലേ കേട്ടത്? അത് ശരിയാണല്ലോ. കഞ്ചി കീറി കഴിഞ്ഞാൽ ചെന്ന് നോക്കാം. അങ്ങാടല്ലേ ഇങ്ങാട്. എന്താണ് അവിടെ ഒരു പട്ടിയുടെ ഒച്ച കേട്ടത്? അതൊന്നും കാര്യമൊക്കെ ഉണ്ട. നമുക്ക് ആ കാട്ടിൽ പോയിട്ട് വെള്ളമടിക്കാം. അല്ല അവിടെ അല്ലേ വെള്ളമടി? അവിടെ ആ പെണ്ണുമ്പുള്ളയുടെ വീട്ടിൽ ഈ പട്ടി അടിച്ചുണ്ടാക്കി എന്നെ ഓടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് 2 ചെടിച്ചട്ടിയും മുട്ടിച്ച് 2 വണ്ടി ഉരുട്ടിട്ട് ഇനി അവിടെ ചെന്നാൽ പെണ്ണുമ്പുള്ള ആട്ടി വിടും. നമുക്ക് കാട്ടിൽ പോവാം, അവിടെ നിന്ന് അടിക്കാം. താൻ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കണം? എടാ അവരോട് പറഞ്ഞത് തുറന്നു തരൂല്ലായിരുന്നു. താനീ മതിലിയാടി എന്തിനാണ്? ഞാനാണ് മെയിൻ. ഞാൻ കാര്യം തീരുമാനിക്കും. എന്താ പുച്ചോ? എടാ ഈ ഊളേനൊക്കെ പരിപാടി ഏൽപ്പിച്ചാലല്ല ഇത്രയൊക്കെ സംഭവിക്കുള്ളൂ. ഒരു ഉടായ്പ താൻ. മൊയ് ഞാനാണ് ഇവിടുത്തെ മെയിൻ. നിനക്ക് വെള്ളം ഞാൻ തരില്ല. വെള്ളം കൂടി മുട്ടിച്ചാളഞ്ഞ എന്താ പുച്ചോ? വെള്ളം വേണമെങ്കിൽ എൻ്റെ ഒപ്പം വാ. മുമ്പിൽ ഞാൻ നടക്കും. ഞാനാണ് മെയിൻ. പുറകെ വാ. മൊയ് ഞാനാണ് ഇവിടുത്തെ മെയിൻ. ഞാനതിനോട് ഒരു കാര്യം നടക്കത്തില്ല പറയാറുണ്ട്. അതാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ജേക്കബ്. നമ്മുടെ പ്രിൻസിന്റെ മെയിൻ ആളാണ്. ഇവന്മാരൊക്കെ എൻ്റെ കൂട്ടുകാരെ വെറും വേട്ടാവളിയന്മാരാണ്. അവൻ പുച്ചൻ. നിങ്ങളായിട്ട് പരിചയപ്പെടുതേ. ഇവന്മാർ നല്ല നല്ല പിള്ളേരൊക്കെയാണ്. ഹലോ നല്ല വേറെ കമ്പനി ഈ ഊള സെറ്റപ്പ് കിട്ടിയുള്ളത്. ഇത് ഗംഭീര സെറ്റപ്പാണ്. ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ടാണ്. ഇനി വേറെ മെമ്പം പരിപാടികളുണ്ട്. പരിചയപ്പെട്ടവരോട്ട്. അച്ഛനെ പേരെന്തുന്ന? മൊയ് അജിത്ത്. മച്ചാന്റെ പേരെന്താ? ജേക്കബ്. വണ്ടർഫുൾ. അടിക്കോ മച്ചാൻ? ഞാൻ കഴിക്കാറില്ല. നിങ്ങളെ പോലെ അത് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയല്ലേ നമ്മ തുടങ്ങുന്നത്. മച്ചാൻ ടച്ചിങ്സ് കൊടുത്തുണ്ട്. ഞാൻ അധികം അടിക്കാറില്ല. നല്ല വെള്ളം കിരണേ പൊഴുത്തിപ്പറണെന്ന് വിചാരിക്കുന്നു. നീ ഭൂലോക തോൽവിയ മതി പരിപാടി ഒഴിക്കാൻ വയ്യേ. എന്താ എന്തെങ്കിലും ഉണ്ടേ പറയടാ. രണ്ടും കൂടെ. നിന്റെ പേരെന്തുണ്ടായിരുന്നടാ? ജിത്തു, രാജു, അജിത്ത്. അത് തന്നെ അജിത്ത്. എനിക്ക് ഇതുപോലെ കൂട്ടുകാരുണ്ടായിരുന്നു എന്റെ നാട്ടില്. എനിക്കുണ്ടായിരുന്നു. ഇവന് ഏതാടാ? ഞാനല്ലേ മെയിൻ. ഈ ഭൂലോക തോൽവിയാണെന്ന് അങ്ങനെ പറയുന്നത്. പച്ചവെള്ളം ഞാൻ തരില്ല. എടാ ഇത്രയും വലിയ പറമ്പ് ഇട്ട് ഞങ്ങളെ കുടിപ്പിക്കാൻ
ഇവിടെ നല്ല കാറ്റുണ്ട് കണ്ടാ. ഹായ്. എടാ എൻ്റെ അടുത്ത് പ്രിൻസ് പറഞ്ഞെന്നു പറയൂ, ഏതോ വലിയൊരു AC റൂമിലാണ് നമ്മൾ എത്തി കുടിപ്പിക്കുന്ന. അവന് ഭ്രാന്താണ്. AC റൂമിൽ അവന് ഭ്രാന്താണ്. നിനക്കൊക്കെ വെള്ളം വേണം, ഞാനാണ് മെയിൻ. പച്ച വെള്ളം ഞാൻ തരില്ല. അണ്ണാക്കിൽ വെച്ച് ഞാൻ കത്തിക്കിഞ്ഞ. ഇവിടെ പോലാട. ഇവിടെ ആരാ മെയിൻ എന്ന് പറഞ്ഞ? ഞാൻ തന്നെ മെയിൻ. എടാ കുറച്ച് നേരത്തേക്ക് നീ മെയിനായിട്ട് ഇവരൊന്നും കൊണ്ടുപോയി അവിടം വരെ ആക്കിട്ട് ഞാൻ ഫിനിഷ് ചെയ്യാം. നീ വീട്ടിലാക്കോ? എന്നാ ഞാൻ തന്നെ മെയിൻ, ഞാൻ തന്നെ കൊണ്ടുപോകും. ബാപ്പു എടാ ഞാൻ ആദ്യം കഴിക്കില്ല. ഒന്നും വിചാരിക്കരുത്. കുഴപ്പമില്ലടാ, ഒന്നും വിചാരിക്കരുത്, കുഴപ്പമില്ല. ഞാനാണ് മെയിൻ. കഴിക്കണ്ട. ഹാൻസ് ഉണ്ട്. ആ കാണിച്ചു ചീത്ത ശീലമാണ്, കൊള്ളൂല. പൊക്കോട്ടാ, പൊക്കോ. എടാ ഈ ഊളെന്താടാ പറഞ്ഞേ? അധികം കഴിക്കൂലെന്നല്ലേ പറഞ്ഞേ? അവനാണ് പകുതി മുക്കാലം അടിച്ചു തീർത്ത്. എനിക്ക് സാധനം വേണം. എടാ നീ ഒന്ന് അടങ്ങ്, അവൻ വരുമ്പോ കോട്ട് കിരണ. ഹലോ ഹലോ. എടാ ആ ജേക്കപ്പില്ലേ, അവൻ നാഷണൽ ഹൈവേ ആണെന്ന് പറഞ്ഞത് വേമ്പനാട്ട് കായലിൽ കൊണ്ട് വണ്ടി അടിച്ച്. അവനിപ്പോ കാണാനില്ല, ഒപ്പം വണ്ടിയും കാണാനില്ല. അവൻ പോയി പോട്ടെ, വണ്ടി കിട്ടിയാൽ മതിയായിരുന്നു. പോരാത്തത് നാട്ടുകാർ ഇവിടെ പിടിച്ചു വെച്ചേക്കണേന്ന്. നാട്ടുകാരും ഫയർഫോഴ്സും കൂടി പറയണത് ഞാനാണോ അവനെ വെള്ളത്തിൽ കൊണ്ട് ഇട്ടേക്കണേന്ന്. അയ്യോ പണി വാളെന്ന് തോന്നണ്. ഈ കായലിലെ വെള്ളം മുഴുവൻ മരനെ കൊണ്ട് കുടിപ്പിക്കും. നീ എത്രയും പെട്ടെന്ന് ഒരു അഡ്വക്കേറ്റിനെ കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. അയ്യോ അയ്യോ. ഹലോ, എന്താണൊന്നും മിണ്ടാത്തത് നീ? അയ്യോ. പിന്നെ ഒരു കാര്യം മറന്നു പോരുത്, അവനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനാണ്ടാ മെയിൻ. പോരെ ചേട്ടാ? അയ്യോ.